അതിന്നൊരു ഡിഫറൻസ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന വാട്സപ്പ് അതേസമയം തന്നെ മറ്റൊരു മൊബൈൽ ഫോണിൽ എങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് തേർഡ് പാർട്ടി ആപ്പുകളോ അല്ലെങ്കിൽ വാട്സപ്പ് ഹാക്കിങ്ങോ ഒന്നും അല്ല ഉപയോഗിക്കുന്നത്. നമ്മുടെ വാട്സപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചറാണ്. വാട്സപ്പ് വെബാണ് ഇതിനായിട്ട് യൂസ് ചെയ്തത്. ഒരുപാട് മുമ്പേ വന്നിട്ടുള്ള ഒരു ഫീച്ചർ ആണ് ഇത്. വളരെ ഈസി ആയിക്കൊണ്ട് നമ്മുടെ ലാപ്ടോപ്പിലേക്കും കമ്പ്യൂട്ടറിലേക്കും നമ്മുടെ മൊബൈൽ വാട്സപ്പിനെ എങ്ങനെ ഈസി ആയിട്ട് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റുമെന്നതാണ് ഇതുകൊണ്ടുള്ള ഫ്യൂച്ചർ. ഈ ഒരു ഫ്യൂച്ചർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മൊബൈൽ ഫോണിലേക്ക് എങ്ങനെയാണ് ഓപ്പൺ ചെയ്ത് എടുക്കുക എന്നത് കാണിക്കാൻ പോകുന്നത്. ഒരുപാട് ആൾക്കാർക്ക് അറിയാവുന്ന ഒരു മെത്തേഡാണ് ഇത്. എങ്കിലും പല ആളുകൾക്കും ഇപ്പോഴും ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നോ എങ്ങനെയാണ് ഓപ്പൺ ചെയ്തെടുക്കേണ്ടതെന്നോ അറിയത്തില്ല. അവർക്ക് വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയണ്ടാവും. എങ്കിലും നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഇത് അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും. അവർക്ക് വേണ്ടി ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാൻ വേണ്ടി നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായി 2 മൊബൈൽ ഫോൺ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഫോണിലാണ് ഞാൻ വാട്സപ്പ് ആപ്പ് മുഖേന യൂസ് ചെയ്യുന്നത്. റൈറ്റ് സൈഡിലുള്ളതിൽ നമ്മൾ വെബ് മുഖേന ഓപ്പൺ ചെയ്യാൻ പോകുന്ന ഫോണാണ്. ജസ്റ്റ് ഞാൻ എൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഫോണിൻ്റെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. ഓപ്പണായി വരുന്നുണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ റൈറ്റ് സൈഡിലെ 3 ഡോട്ട്സ് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കാണാൻ പറ്റുന്നുണ്ട്. വാട്സപ്പ് വെബ് എന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു വാട്സപ്പ് വെബ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അടുത്ത ഫോണിലേക്ക് നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൽ ടാപ്പ് ചെയ്യുകയാണ്. വാട്സപ്പ് വെബിൽ ജസ്റ്റ് നമുക്ക് ഓപ്പണായി വന്നിട്ടുണ്ട്. ഒരു QR കോഡ് സ്കാൻ ചെയ്യേണ്ട ഒരു ക്യാമറ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇനി അടുത്തതായി ഞാൻ എൻ്റെ റൈറ്റ് സൈഡിലുള്ള ഫോണിലൊന്ന് ജസ്റ്റ് വാട്സപ്പ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിനായി ഞാൻ ഗൂഗിൾ ക്രോമാണ് സെലക്ട് ചെയ്യുന്നത്. ഗൂഗിൾ ക്രോം തന്നെ സെലക്ട് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഏത് ബ്രൗസർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ജസ്റ്റ് ഞാനിവിടെ ഒന്ന് വാട്സപ്പിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, മുമ്പ് തന്നെ ഞാൻ സെർച്ച് ചെയ്ത് വാട്സപ്പ് അത് കാണിക്കുന്നുണ്ട് അവിടെ. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ലോഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എൻ്റെ ഇൻ്റർനെറ്റ് അല്പം സ്ലോ ആണ് റൈറ്റ് സൈഡിലുള്ള ഫോണിൻ്റെ. ജസ്റ്റ് ഞാനൊന്ന് വൈഫൈ എനേബിൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, വൈഫൈ കണക്റ്റ് ആയിട്ടുണ്ട്. റീലോഡിങ് ആവുന്നുണ്ട്. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്. വാട്സപ്പ് വെബ് എന്ന് വന്നിട്ടുണ്ട്. ക്വിക്ക്ലി സെൻഡ് ആൻഡ് റിസീവ് വാട്സപ്പ് മെസ്സേജസ് എന്ന് കാണിക്കുന്നുണ്ട്. അതിൻ്റെ അവിടെ എഴുതി കാണിക്കുന്നത്. ജസ്റ്റ് സ്ക്രോൾ ചെയ്യാണ്. താഴത്തേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്രയാണ് അവിടെ വന്നിട്ടുള്ളത്. അതിൽ വാട്സപ്പ് വെബ് ഒന്ന് ടാപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഇങ്ങനെ ഒരു പേജാണ് ഓപ്പണായി വന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് QR കോഡോ കാര്യങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. ജസ്റ്റ് ഒന്ന് താഴെ സ്ക്രോൾ ചെയ്ത് നോക്കുന്നുണ്ട്. ഇതിലെവിടെയും ഒരു QR കോഡ് സ്കാൻ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വന്നതായിട്ട് കാണുന്നില്ല. മൊബൈൽ ഫോണിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പേജാണ് ഓപ്പണായി വരിക. അപ്പോൾ നമ്മൾ ഈ ക്രോമിൽ മാത്രമല്ല, നമ്മൾ ഏതൊരു ബ്രൗസറിൽ സെർച്ച് ചെയ്യുന്ന സമയത്തും ഇങ്ങനെ തന്നെയാണ് കാണിക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളെന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാണ് കാണിക്കാൻ പോകുന്നത്. ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് നമ്മൾ ഞാനൊന്നൊരു റീലോഡ് ചെയ്യുകയാണ്. ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് ക്രോമിലാണെങ്കിൽ നമ്മുടെ റൈറ്റ് സൈഡിലെ 3 ഡോട്ട്സ് ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ താഴെ കാണാൻ പറ്റും. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ റിക്വസ്റ്റ് ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്നുണ്ടാവും. ജസ്റ്റ് ഞാൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ സമയത്ത് തന്നെ ഉടൻ തന്നെ റീലോഡ് ആവുന്നുണ്ട്. റീലോഡായി നമുക്കവിടെ QR കോഡ് വന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഈ ഒരു QR കോഡ് ഞാൻ എൻ്റെ ലെഫ്റ്റ് സൈഡിലത്തെ ഫോണിൽ സ്കാൻ ചെയ്ത് കൊടുക്കുകയാണ്. സ്കാൻ ചെയ്ത സമയത്ത് കാണാം അവിടെ ലോഡായിട്ടുണ്ട്. റൈറ്റ് സൈഡിലെ ഫോണിലേക്ക് അത് സൈൻ ഇൻ ആയിട്ടുണ്ട്. മെസ്സേജസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ലെഫ്റ്റ് സൈഡിലുള്ള അതേ വാട്സപ്പാണ് നമ്മുടെ റൈറ്റ് സൈഡിൽ ഓപ്പണായി വന്നിട്ടുള്ളത്.
ലെഫ്റ്റ് സൈഡിലെ വാട്സപ്പ് ആപ്പിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയക്കുന്നുണ്ട്. അതേസമയം തന്നെ വെബിൽ അത് മെസ്സേജ് വന്നിട്ടുണ്ട്. വാട്സപ്പ് ആപ്പിൽ അയച്ച മെസ്സേജ് നമുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് വാട്സപ്പ് വെബിലും കാണാൻ പറ്റുന്നുണ്ട്. സെയിം ടൈം തന്നെ അത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ആളിപ്പോൾ ഓൺലൈനിലുണ്ടെന്ന് തോന്നുന്നു. ആളെനിക്ക് എന്തോ റിപ്ലൈ അയക്കുന്നുണ്ട്. ഇവിടെ നോക്കുന്ന സമയത്ത് ആൾ അയച്ചിട്ടുള്ള മെസ്സേജ് നമുക്ക് രണ്ടും ഫോണിലും സെയിം ടൈമിൽ തന്നെയാണ് അപ്ഡേറ്റ് ആയിട്ടുള്ളത്. ഇവിടെ കാണാൻ പറ്റും. ഒരേ സമയം തന്നെ അത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റിക്വസ്റ്റ് ഡെസ്ക്ടോപ്പ് സൈറ്റ് ഒന്ന് ഡിസേബിൾ ചെയ്ത് നോക്കുകയാണ്. റീലോഡ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഒന്ന് റീലോഡ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ പേജാണ് വന്നത്. വീണ്ടും ഒന്നുകൂടി റീലോഡ് ആവുന്നുണ്ട്. ഓക്കെ, അത് റീലോഡ് ആയിട്ട് നമുക്ക് പോയൊരു ഓക്കെ ഇവിടെ റിക്വസ്റ്റ് ഡെസ്ക്ടോപ്പ് സൈറ്റിൽ തന്നെയാണ് ഉള്ളത്. ഓക്കെ, നമ്മുടെ വാട്സപ്പ് ആപ്പിൽ ഇതെങ്ങനെയാണ് കാണിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ലെഫ്റ്റ് സൈഡിൽ ഞാൻ വീണ്ടും പോവുകയാണ്. അതിനുശേഷം 3 ഡോട്ട്സ് ഒന്ന് ടാപ്പ് ചെയ്യുകയാണ്. വാട്സപ്പ് വെബ് വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഓപ്പൺ ചെയ്ത സമയത്ത് നമുക്ക് കാണാം ഇപ്പം നമ്മുടെ ഈ സൈൻ ഇൻ ചെയ്തിട്ടുള്ളത് അവിടെ കാണിക്കുന്നുണ്ട്. ഇതിൽ മാത്രമല്ല, നമ്മൾ മറ്റു പല ഡിവൈസിൽ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഞാനൊന്നത് ലോഗൗട്ട് ചെയ്ത് നോക്കുകയാണ്. ലോഗൗട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ ഡിവൈസിലാണോ ലോഗിൻ ചെയ്തിട്ടുള്ളത്, സൈൻ ഇൻ ചെയ്തിട്ടുള്ളത്, അതിൽ നിന്നൊക്കെ ലോഗൗട്ട് ആവും. ഞാൻ ജസ്റ്റ് ഒന്ന് ലോഗൗട്ട് ചെയ്യുന്നുണ്ട്. ലോഗൗട്ട് ചെയ്ത സമയത്ത് കാണാം നമുക്ക് റൈറ്റ് സൈഡിലുള്ള വാട്സപ്പ് വെബിൽ നിന്നും സൈൻ ഔട്ട് ആയിട്ടുണ്ട്. ഓക്കെ, QR കോഡ് വന്നിട്ടുണ്ട്. വീണ്ടും സ്കാൻ ചെയ്യാൻ പറയുകയാണ്. ജസ്റ്റ് ഞാനൊന്ന് വീണ്ടും റൈറ്റ് സൈഡിലത്തെ 3 ഡോട്ട്സ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് പഴയ ഒരു പേജ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇതിൽ QR കോഡൊന്നും വന്നിട്ടില്ല. വീണ്ടും ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് വീണ്ടും ഒന്ന് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു സമയത്ത് എനേബിൾ ചെയ്ത സമയത്ത് ആ ഒരു QR കോഡ് വീണ്ടും വന്നിട്ടുണ്ട്. ഈ QR കോഡ് ഒന്നുകൂടി ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാൻ പോവുകയാണ്. ഓക്കെ, സ്കാൻ ചെയ്ത സമയത്ത് തന്നെ നമുക്ക് കാണാം അവിടെ വീണ്ടും റീലോഡ് ആയിട്ടുണ്ട്. പഴയൊരു നമ്മൾ ആദ്യം എടുത്ത് തന്നെ വാട്സപ്പ് ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ജസ്റ്റ് മെസ്സേജസ് ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാ മെസ്സേജസും അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്നും ജസ്റ്റ് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ടാണോ നമ്മുടെ വാട്സപ്പ് ആപ്പിൽ കാണിക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് ഇതിൻ്റെ അകത്തുനിന്നൊരു ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കുകയാണ്. മെസ്സേജ് അയച്ചിട്ടുണ്ട്. കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വാട്സപ്പ് ആപ്പിലും വന്നിട്ടുണ്ട്. സെയിം ടൈമിൽ തന്നെയാണ് കാണിക്കുന്നത്. മുൻപുള്ള മെസ്സേജസും നമുക്കിവിടെ തന്നെ കാണുന്നുണ്ട്. സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. നമ്മൾ അതിൻ്റെ അകത്തൊന്ന് വാട്സപ്പ് ആപ്പിലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഇതിൽ ഞാനൊന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. ആ ഒരു മെസ്സേജും നമ്മുടെ റൈറ്റ് സൈഡിലുള്ള വെബിൽ കറക്റ്റായിട്ട് തന്നെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഒരേ സമയം തന്നെ അപ്ഡേറ്റ് ആവുന്നുണ്ട് മെസ്സേജുകൾ. സ്റ്റാറ്റസ് ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കുകയാണ്. സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് സ്റ്റാറ്റസ് എല്ലാം അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ജസ്റ്റ് ഓപ്പൺ ആക്കുന്നില്ല. സ്റ്റാറ്റസ് ഒക്കെ ഞാൻ അവിടെ കാണുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ വാട്സപ്പ് ആപ്പ് മറ്റൊരു മൊബൈൽ ഫോണിലേക്ക് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ
പറ്റുന്നത്. ഒരേ സമയം തന്നെ ഒരു വാട്സപ്പ് 2 മൊബൈലിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അടുത്തതായി ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കൊടുക്കാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.